ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്രസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 21, 22 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വാർത്തയാണ്. അതായത് ഇന്നലത്തെയും ഇന്നത്തെയും. അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും കറണ്ട് അഫയേഴ്സ് വാർത്തകളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒറ്റ ദിനം മറഞ്ഞു 2 ശാസ്ത്ര പ്രതിഭകൾ. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്ര മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വലിയ നഷ്ടമല്ല, 2 വലിയ നഷ്ടങ്ങൾ. അപ്പോൾ ഒറ്റ ദിനം കൊണ്ട് നമ്മുടെ 2 ശാസ്ത്ര പ്രതിഭകൾ അന്തരിച്ചിരിക്കുന്നു. അതിലൊന്ന് ജയന്ത് നാർലിക്കർ. ഒരാൾ ആരാണ്? ജയന്ത് നാർലിക്കർ. രണ്ടാമത്തെ ആള് നമ്മുടെ ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന MR ശ്രീനിവാസനാണ്. MR ശ്രീനിവാസൻ. ഇങ്ങനെ രണ്ട് ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര മേഖലയ്ക്ക് 2 വ്യക്തികളെ നഷ്ടമായിരിക്കുകയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ജ്യോതിശാസ്ത്ര നഷ്ടം. ആരായിരുന്നു അന്തരിച്ചത്? ജയന്ത് നാർലിക്കർ. ഡോക്ടർ ജയന്ത് നാർലിക്കർ. ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെ അന്താരാഷ്ട്ര ഖ്യാതി നേടിയ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ജയന്ത് വിഷ്ണു നാർലിക്കർ. ആരാണ്? ജയന്ത് വിഷ്ണു നാർലിക്കർ. അദ്ദേഹത്തിന് പ്രശസ്തമായ ഒരു സിദ്ധാന്തമുണ്ട്, ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തം. എന്താണ്? ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തം. അപ്പൊ ഇതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത്. ഡോക്ടർ ജയന്ത് നാർലിക്കർ. എന്താണ്? ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തം ബിഗ് ബാങ് സിദ്ധാന്തം, നമ്മുടെ ബിഗ് ബാങ് സിദ്ധാന്തത്തിന് ബദൽ മാതൃക നൽകി. നമ്മുടെ ബിഗ് ബാങ് തിയറിയിലെ നമ്മുടെ ഭൂമി എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമ്മുടെ ബിഗ് ബാങ് തിയറിക്ക് ഒരു ബദൽ മാതൃക നൽകിയ സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹോയ്ലി നാർലിക്കർ സിദ്ധാന്തം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള പഠനത്തിൽ ഇത് പുതുവഴികൾ തുറക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിഗ് ബാങ് തിയറിക്ക് ഒരു ബദൽ ഒരു തിയറി ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ഇനി വരും തലമുറയ്ക്ക് നമ്മൾ എങ്ങനെ ഭൂമി ഉണ്ടായി എന്നുള്ള പഠനത്തിന് കൂടുതൽ സഹായകമാകുന്ന ഒരു തിയറി കൂടിയാണിത്. അപ്പൊ എന്താണ് നാർലിക് സിദ്ധാന്തം? നമുക്ക് നോക്കാം. അപ്പോൾ ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം 1964 ഏത് വർഷമാണ്? 1964 ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞൻ ഫ്രെഡ് ഹോയ്ലി. ആരാണ്? ഫ്രെഡ് ഹോയ്ലിയും ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനുമായ നമ്മുടെ ജയന്ത് നാർലിക്കറും ചേർന്ന് വികസിപ്പിച്ച ഒരു ഗ്രാവിറ്റിയുടെ സിദ്ധാന്തമാണ്. അപ്പോൾ എന്താണ് ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം എന്ന് പറയുന്നത്? ആരൊക്കെ ചേർന്നാണ് ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ആരൊക്കെ ചേർന്നാണ്? ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രെഡ് ഹൈലി. ആരാണ്? ഫ്രെഡ് ഹൈലി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സിദ്ധാന്തം 2 പേരുടെ പേര് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടും പേര് പഠിക്കുക. കാര്യം എന്താണ്? ഈ ഫ്രെഡ് ഹൈലിക്ക് പകരം ഒരു അലക്സാണ്ടർ ഹെയ്ലിയോ അല്ലെങ്കിൽ ഒരു പോൾ ഹെയ്ലിയോ ഒക്കെ ഓപ്ഷൻ തന്ന് നമ്മളെ തെറ്റിക്കാം. അപ്പൊ കൃത്യമായി പഠിച്ചിരിക്കുക. ഈ ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തത്തിലെ ഹെയ്ലിയുടെ പോർഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് ഫ്രെഡ് ഹൈലി ആണ്. ആരാണ്? ഫ്രെഡ് ഹൈലി. ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ്. ആര്? നമ്മുടെ ഫ്രെഡ് ഹൈലി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹവും നമ്മുടെ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജയന്ത് നാർലിക്കറും ചേർന്ന് വികസിപ്പിച്ച ഒരു ഗ്രാവിറ്റിയുടെ സിദ്ധാന്തമാണ് എന്ത്? ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത് ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റിയെ മെച്ചപ്പെടുത്തുന്ന ഒരു സിദ്ധാന്തം കൂടിയാണ് ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം. ഇപ്പൊ ഒരു പക്ഷേ നമുക്ക് ചോദ്യം വരാം. ഒരു ചോദ്യം ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്ന സിദ്ധാന്തങ്ങളിൽ ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റിയെ മെച്ചപ്പെടുത്തുന്ന സിദ്ധാന്തം ഏത് എന്ന് നമുക്ക് 4 ഓപ്ഷനില് ഒന്ന് ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയില്ലേ? അപ്പോ ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം എന്ത് ചെയ്യുന്നു? ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റിയെ മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ഇതൊരു ഗ്രാവിറ്റിയുടെ സിദ്ധാന്തമാണ്. ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രെഡ് ഹൈലിയും ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജയന്ത് നാർലിക്കറും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഗ്രാവിറ്റിയുടെ സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്നത്? ഹെയ്ലി നാർലിക്കർ സിദ്ധാന്തം. അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്, തെറ്റിപ്പോകരുത്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക.
അപ്പൊ നമുക്ക് ഇന്നലെ ഉണ്ടായ മറ്റൊരു തീരാനഷ്ടമാണ് എന്ത്? നമ്മുടെ ആണവ ഊർജത്തിന്റെ ശില്പി, ഇന്ത്യൻ ആണവ ഊർജത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന എം ആർ ശ്രീനിവാസൻ അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോ വിട പറഞ്ഞു ഇന്ത്യയുടെ ആണവ ഊർജം വിട പറഞ്ഞു. നമ്മുടെ ആണവ ശാസ്ത്രത്തെയും ആണവോർജ കമ്മീഷന്റെ മുൻ ചെയർമാൻ, നമ്മുടെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷന്റെ മുൻ ചെയർമാനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ആര്? എം ആർ ശ്രീനിവാസൻ. ആരാണ്? എം ആർ ശ്രീനിവാസൻ. 1955 അദ്ദേഹം ആണവോർജ വകുപ്പിൽ ചേർന്നത്. തുടർന്ന് ഒരു കാര്യം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുക. തുടർന്ന് നമ്മുടെ ഹോമി ജെ ഭാഭയുമായി ചേർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? അപ്സര അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. ഈ അപ്സരയെ വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്ക് ആരോടൊപ്പം? ഹോമി ജെ ഭാഭയോടൊപ്പം പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? എം ആർ ശ്രീനിവാസൻ. ആരാണ്? എം ആർ ശ്രീനിവാസൻ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സരയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായ ഒരു പ്രധാന വ്യക്തി കൂടിയാണ് എം ആർ ശ്രീനിവാസൻ. ഇദ്ദേഹം 1987 അതേ വാർത്തയിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് പേപ്പറിൽ കൃത്യമായി അച്ചടിച്ചു വന്ന പോയിന്റ് ആണ്. 1987 ആണവോർജ കമ്മീഷൻ ചെയർമാനും ആണവോർജ വകുപ്പ് സെക്രട്ടറിയുമാകുന്നത്. ആര്? എം ആർ ശ്രീനിവാസൻ. 1987 ഏതാണ് വർഷം? 1987 ആണവോർജ കമ്മീഷൻ ചെയർമാനും ആണവോർജ വകുപ്പ് സെക്രട്ടറിയുമാകുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ സിവിലിയൻ ബഹുമതികൾ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അന്തരിച്ച സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഏതൊക്കെ വർഷങ്ങളിലാണ് അദ്ദേഹത്തിന് ആ ബഹുമതികൾ കിട്ടിയതെന്ന് കൃത്യമായി പഠിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ കിട്ടി, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ 2025 പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തി ഏത് എന്ന് ചോദ്യം വന്നിരുന്നു. കാരണം എന്താണ്? നമ്മുടെ എം ടി 2024 ഡിസംബർ 25 അന്തരിക്കുന്നത്. അപ്പോൾ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുമല്ല അത് കറണ്ട് അഫേഴ്സുമാണ്. 2025 പത്മവിഭൂഷണാണ് അദ്ദേഹത്തിന് നൽകിയത് മരണാനന്തര ബഹുമതിയായി. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു പക്ഷേ നമുക്ക് ചോദിക്കാവുന്നതാണ്, എം ആർ ശ്രീനിവാസന് പത്മശ്രീ, പത്മവിഭൂഷൺ എന്നിവ കിട്ടിയ വർഷങ്ങൾ ഏതെല്ലാം? നമുക്ക് വാർത്തയിൽ കറക്റ്റ് തന്നിട്ടുണ്ട്. 1984 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത്. എം ആർ ശ്രീനിവാസന് പത്മശ്രീ ലഭിക്കുന്നത് എന്നാണ്? 1984. കൂടാതെ അദ്ദേഹത്തിന് 2015 പത്മവിഭൂഷണം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് വർഷങ്ങൾ? 1984 1984 പത്മശ്രീ അവാർഡും 2015 രാജ്യം പത്മവിഭൂഷണം നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് ആര്? എം ആർ ശ്രീനിവാസൻ. നമുക്ക് ഇനി അടുത്ത വാർത്തയിലേക്ക് പോകാം. 3 വർഷത്തെ അഭിഭാഷക വൃത്തി നിർബന്ധം. ആർക്കാണ്? നമ്മുടെ ജുഡീഷ്യൽ സർവീസ് നിയമനത്തിന്. അതായത് ചില കോടതികൾ, നമ്മുടെ ചെറിയ കോടതികളിലൊക്കെ എന്താ ജഡ്ജി ആയിട്ടൊക്കെ നിയമിക്കപ്പെടുന്നതിന്, ചെറിയ കോടതികൾ, നമ്മുടെ കോടതികളിൽ ജഡ്ജി ആയിട്ട് നിയമിക്കപ്പെടണമെങ്കിൽ അഭിഭാഷക ബിരുദം മാത്രം പോരാ. ബുക്ക് നോക്കി എന്താണ് LLB പാസ്സായാൽ മാത്രം പോരാ. എന്തുകൂടി ചെയ്യണം? മിനിമം 3 വർഷമെങ്കിലും വക്കീലായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതായത് അഭിഭാഷക വൃത്തി, അങ്ങനെ ജോലി ചെയ്തിരിക്കണം, ഒരു അഭിഭാഷകനായി പ്രവർത്തിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇനി മുതൽ ഒരു കോടതിയിൽ ജഡ്ജിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പൊ ജഡ്ജിമാർ എന്താ ചെയ്യുന്നത്? നമ്മുടെ സുപ്രധാനമായ കേസുകൾക്കൊക്കെ വിധി പറയുക അല്ലെ. അപ്പൊ ഒരു കേസ് നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ അത് നമുക്ക് നോട്ട്ബുക്ക് നോക്കി അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ച ഒരു പരിചയത്തിൽ നമുക്കത് വിധി പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? കുറച്ച് പ്രാക്ടീസ് നൽകണം അല്ലെ. അവർ കുറച്ച് ഇതിലൊരു പ്രവൃത്തി പരിചയം അവർക്ക് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി എന്താണ്? ഇനി ജഡ്ജി ആകണമെങ്കിൽ എന്ത് വേണം? 3 വർഷത്തെ അഭിഭാഷക വൃത്തി നിർബന്ധമാണ്. അല്ലാതെ ടെസ്റ്റ് എഴുതി അങ്ങനെ കയറാൻ പറ്റത്തില്ല. ഈ ഒരു 3 വർഷത്തെ അഭിഭാഷക വൃത്തി കൂടെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പൊ നേരിട്ട് ജഡ്ജിമാരാകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിബന്ധന വന്നിരിക്കുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരാണ്? ബാനു മുഷ്താഖിന്. ആർക്കാണ്? ബാനു മുഷ്താഖിന്. ബാനു മുഷ്താഖിനാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാനു മുഷ്താഖ് ഒരു കന്നഡ എഴുത്തുകാരിയാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കന്നഡ എഴുത്തുകാരിയാണ് ആര്? ബാനു മുഷ്താഖ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പശ്ചാത്തലമാക്കി, എന്താണ്? ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ഹാർട്ട് ലാമ്പ് എന്ന കഥാസമാഹാരത്തിനാണ് ബാനു മുഷ്താഖിന് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത്. എന്താണ്? ഹാർട്ട് ലാമ്പ്. ഏതാണ് കഥാസമാഹാരം? ഹാർട്ട് ലാമ്പ് എന്ന കഥാസമാഹാരം എന്തിനെ പറ്റിയുള്ളതാണ്? നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പശ്ചാത്തലമാക്കിയുള്ള കഥാസമാഹാരമാണെന്ത്? ഹാർട്ട് ലാമ്പ്. അപ്പോ നമ്മുടെ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? ഏതാണ്? കന്നഡയാണ്. നമുക്ക് മലയാളം, ഉറുദു എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും ബബിൾ ചെയ്യരുത്, കന്നഡ തന്നെ ബബിൾ ചെയ്യുക. കന്നഡ എഴുത്തുകാരിയാണ് ആര്? ബാനു മുഷ്താഖ്. അപ്പോൾ എന്തായിരുന്നു ആ കഥാസമാഹാരം? അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ബാനു മുഷ്താഖിന് നേടിക്കൊടുത്ത കഥാസമാഹാരം ഏതായിരുന്നു? ഹാർട്ട് ലാമ്പ്. ഏതായിരുന്നു? ഹാർട്ട് ലാമ്പ് എന്നായിരുന്നു ആ കഥാസമാഹാരത്തിന്റെ പേര്. കൂടാതെ അത് എന്തിനെ പശ്ചാത്തലമാക്കിയാണ്? ദക്ഷിണേന്ത്യയിലെ, നമുക്ക് ഒരു പക്ഷേ ചോദിക്കാം, ഉത്തരേന്ത്യയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പശ്ചാത്തലമാക്കിയുള്ള ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും തെക്കും വടക്കും പഠിക്കുക. കാരണം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പോയെ നമ്മുടെ ഒരു ജിയോഗ്രഫി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ഉത്തരപർവ്വത മേഖല തെക്ക് നിന്നുള്ള, ചൂടുകാലത്ത് തെക്ക് നിന്നുള്ള വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നുവെന്ന്. അങ്ങനെയാണോ? അങ്ങനെയല്ല. എന്താണ്? വടക്ക് നിന്നുള്ള, നമുക്കറിയാം നമ്മുടെ വടക്കോട്ടാണ് എന്ത് തണുപ്പ് കൂടിയ രാജ്യങ്ങളുള്ളത് അല്ലേ? ഈ ചൈനയിലും ജപ്പാനിലും പിന്നെന്താണ് നമ്മുടെ വടക്കോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് അവർക്ക് നല്ല, നമ്മുടെ വടക്കോട്ടുള്ള രാജ്യങ്ങൾ വേണ്ട, നമ്മുടെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശൊക്കെ എത്തുമ്പോൾ തന്നെ അവിടെ മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വടക്ക് നിന്നാണ് ആ വരണ്ട ശീതക്കാറ്റ് വരുന്നത്. നമ്മുടെ ഓപ്ഷനിൽ എന്തായിരുന്നു? തെക്കെന്നായിരുന്നു. അപ്പോൾ തെക്കും വടക്കും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇതെന്താണ്? ദക്ഷിണേന്ത്യയിൽ. ഇതെന്താണ്? ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പശ്ചാത്തലമാക്കിയുള്ള ഹാർട്ട് ലാമ്പ് എന്ന കഥാസമാഹാരത്തിനാണ് ബാനു മുഷ്താഖിന് എന്ത് ലഭിക്കുന്നത്? അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ബുക്കർ സമ്മാനം എന്തിനാണ്? ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ, ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതികൾക്കാണ് ബുക്കർ സമ്മാനം ലഭിക്കുന്നത് അല്ലെ? അപ്പൊ ഈ ബാനു മുഷ്താഖ് കന്നഡയിൽ എഴുതിയ ഈ കൃതി ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ആരാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ആരാണ്? ദീപാ ഭസ്തി. ആരാണ്? ദീപാ ഭസ്തിയാണ് ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയത്. ആരാണ്? ദീപാ ഭസ്തിയാണ് ഇതിന്റെ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ നടത്തിയത്. ഹാർട്ട് ലാമ്പ് എന്നാണ് ആ കഥാസമാഹാരത്തിന്റെ പേര്. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ദീപാ ഭസ്തി. ആരാണ്? ദീപാ ഭസ്തിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ചുരുക്കപ്പട്ടികയിലെത്തിയ ഏക പുസ്തകം കൂടിയാണ്. അപ്പോൾ ഇത്തവണത്തെ ബുക്കർ സമ്മാനത്തിന് ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒരേ ഒരു പുസ്തകമേ എത്തിയിട്ടുള്ളൂ. ആ പുസ്തകത്തിന് തന്നെയാണ് ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബുക്കർ സമ്മാനം എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു? എന്തിനായിരുന്നു? ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ. വെറുതെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പോരാ. ഇത് നോക്ക്, നമുക്ക് ന്യൂസിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾ. എവിടെയൊക്കെയാണ്? ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത്. അപ്പൊ കൃത്യമായി പഠിച്ചിരിക്കുക. നമ്മൾ വാർത്തകളൊക്കെ ആഴത്തിൽ വായിക്കേണ്ട ആവശ്യകത എന്തെന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്താണ് ബുക്കർ സമ്മാനം എന്ന്. കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. ഒരു ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും മൊഴിമാറ്റപ്പെടുത്തുകയും പിന്നെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന നോവലുകൾക്കാണ് എന്ത് നൽകുന്നത്? അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത്. ഏതൊക്കെയാണ്? ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന, കൃത്യമായി ഓർക്കുക, ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്ക് മൊഴിമാറ്റം ചെയ്ത്, ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത്.
Syria's driest winter in decade leads to severe water crisis in Damascus. അപ്പോൾ സിറിയയിൽ ഇത്തവണ വിന്റർ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ സിറിയയിൽ വളരെ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായിരിക്കുകയാണ്, പ്രത്യേകിച്ചും ദമാസ്കസിൽ. അപ്പോൾ സിറിയയുടെ തലസ്ഥാനമാണ് ദമാസ്കസ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ന്യൂസിൽ വന്നതാണ്. സിറിയയുടെ തലസ്ഥാനമാണ് ദമാസ്കസ്. ഈ ദമാസ്കസിൽ ഒരു വാട്ടർ ക്രൈസിസ് ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇവർക്ക് വിന്റർ ടൈമിൽ അവിടെ ഒരു അരുവിയിൽ നിന്ന് കൃത്യമായിട്ടും വെള്ളം കിട്ടുമായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടും അവരുടെ ചാനലൊക്കെ ആ വെള്ളം കൊണ്ട് നിറഞ്ഞ് അവർക്കൊരു ജലദൗർലഭ്യമില്ലാതെ അവരെ സംരക്ഷിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അത് വളരെ കുറഞ്ഞു. ആ നീരുറവയിൽ നിന്നുള്ള ജലം കിട്ടുന്നത് വളരെയധികം കുറയുകയും ദമാസ്കസിലും സിറിയൻ പ്രദേശങ്ങളിലും ഒക്കെ എന്താണ് വളരെ രൂക്ഷമായ വാട്ടർ ക്രൈസിസ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, നമുക്ക് എന്താണ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, എന്താ വിദേശ രാജ്യങ്ങളുടെ മറ്റ് രാജ്യങ്ങളുടെ ഒക്കെ തലസ്ഥാനം നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ സിറിയയുടെ തലസ്ഥാനമാണ് ദമാസ്കസ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. കുർമ മേള ദ സയൻസ് ഓഫ് ദി മാസ് നെസ്റ്റിംഗ് ഓഫ് ഒലിവ് റിഡ്ലി ടർട്ടൈൽസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒലിവ് റിഡ്ലിയും ടർട്ടൈൽസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒലിവ് റിഡ്ലി ആമകൾ എന്താണ് ഒഡീഷൻ തീരങ്ങളിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു സീസണിൽ കൂട്ടത്തോടെ തീരത്തേക്ക് വരുന്നു, അവിടെ മുട്ടയിടുന്നു. അങ്ങനെ ഒരു സംഭവം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു? എന്തായിരുന്നു? ഓപ്പറേഷൻ ഒലീവിയ. എന്തായിരുന്നു? ഓപ്പറേഷൻ ഒലീവിയ. ഒലിവ് റിഡ്ലി ആമകളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എന്താണ്, ഇത് അതേ ന്യൂസ് തന്നെയാണ്. അപ്പോൾ വീണ്ടും വന്നത് കൊണ്ട് നമ്മൾ പിന്നെയും പറയുകയാണ്, കുർമ കുർമ എന്ന് വെച്ചാൽ ടർട്ടൈൽ, ആമ എന്നാണ് അർത്ഥം. കുർമ എന്ന് വെച്ചാൽ ടർട്ടൈൽ അല്ലെങ്കിൽ ആമ എന്നാണ് അർത്ഥം. അപ്പോൾ എവിടെയാണ്, ഒഡീഷയുടെ ഏത് തീരത്താണ് ഈ ഒലിവ് റിഡ്ലി ആമകൾ വരുന്നത്? എവിടെയാണ്? ഒഡീഷയുടെ റഷ്കുല്യ ബീച്ചിലാണ് കൂടുതലായിട്ടും ഈ ഒലിവ് റിഡ്ലി ആമകൾ വന്ന് മുട്ടയിടുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഓപ്പറേഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. എന്തായിരുന്നു? ഓപ്പറേഷൻ ഒലീവിയ. അപ്പൊ നവംബർ മെയ് മാസങ്ങളിലാണ് അതിന്റെ ഒരു സീസൺ വരുന്നത്. അപ്പോൾ ഈ സീസണിൽ അതിന്റെ പ്രജനനമാണ്, അപ്പോൾ മുട്ടയിടുന്ന കാലമാണ്. അതിനെ സംരക്ഷിക്കുവാനുള്ളതാണ് ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം, അതായത് കഴിഞ്ഞ മുൻ തവണത്തേക്കാൾ ഒരുപാട് കൂടുതൽ ആമകൾ, ഒലിവ് റിഡ്ലി ആമകൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വംശനാശം എന്നൊരു രീതിയിലോട്ട് തന്നെ പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണല്ലോ ഒരു പ്രത്യേക ഓപ്പറേഷനെ കൊണ്ടുവന്ന് ഇതിന്റെ മുട്ടയിടലൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞിരുന്നു. എന്നാൽ ഈ വർഷം അതിന്റെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ ന്യൂസിൽ ഇത്രയും ഇമ്പോർട്ടന്റ് വരാൻ കാരണം. അപ്പോൾ പല ഓപ്പറേഷൻസിലൂടെയും അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ഒലീവിയ ആരും മറക്കാതിരിക്കുക. പിന്നെ കുർമ മേള ഇതുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടൈൽസുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഒഡീഷൻ ഭാഷയിലാണ് ഈ കുർമ എന്ന് വെച്ചാൽ എന്താ? ആമ അല്ലെങ്കിൽ ടർട്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഓവർവ്യൂ നോക്കാം. ഒലിവ് റിഡ്ലി ടർട്ടൈൽസ് ആർ എ വൾനറബിൾ സീ ടർട്ടൈൽ സ്പീഷീസ്. ഇതൊരു വൾനറബിൾ സീ ടർട്ടൈലാണ്. ലെപ്പിഡോക്കിലസ് ഒലിവാസി. അപ്പോൾ അതിന്റെ ശാസ്ത്രീയ നാമം, അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഓപ്പറേഷൻ ഒലീവിയ വരുന്നത്. ലെപ്പിഡോക്കൈൽസ് ഒലിവാക്കെ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. റീസെന്റ് എ റെക്കോർഡ് 7 lakh ടർട്ടൈൽ നെസ്റ്റഡ് അറ്റ് ഒഡീഷ ഋഷിക്കുല്യ ബീച്ച്. അപ്പോൾ ഒഡീഷയുടെ ഋഷിക്കുല്യ ബീച്ചിൽ അടുത്തിടെയായിട്ട് 7 ലക്ഷം ടർട്ടൈൽസ് ആണ് കൂടണഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 7 ലക്ഷത്തോളം ഒലിവ് റിഡ്ലി ആമകളാണ് ഒഡീഷയുടെ ഋഷിക്കുല്യ ബീച്ചിൽ നെസ്റ്റ് ചെയ്തിരിക്കുന്നത്. These turtles are famous for സിങ്ക്രണൈസ്ഡ് മാസ് നെസ്റ്റിംഗ് കോൾഡ് അരിബാഡ. അപ്പൊ ഇതൊക്കെ ന്യൂസിലുള്ളതാണ്. അതായത് ഈ ഒലിവ് റിഡ്ലി ആമകളുടെ ഈ കൂട്ടത്തോടെയുള്ള ഈ ഒരു നെസ്റ്റിംഗ് അല്ലെങ്കിൽ കൂട്ടത്തോടെ വന്ന് കൂടണയുന്നതിനെയാണ് നമ്മൾ അരിബാഡ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂസിൽ നമുക്ക് കുറച്ച് ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ അടുത്തൊരു നോട്ട് തന്നിരിക്കുന്നത്, ഒരു ഓവർവ്യൂ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വാർത്തയിലുള്ളതാണ്. അരിബാഡ എന്നാണ് ഇതിന്റെ ആ ഒരു മാസ് നെസ്റ്റിംഗ്, സിങ്ക്രണൈസ്ഡ് മാസ് നെസ്റ്റിങ്ങിനെ പറയുന്നത് എന്തെന്നാണ്? അരിബാഡ എന്നാണ്.
Olive ridley turtles have survived mass extinctions and environmental changes. അപ്പോൾ ഇത് environmental changesനെയൊക്കെ സർവൈവ് ചെയ്ത് വന്ന ഒരു ഇനം ആമകളാണ് എന്ത് നമ്മുടെ ഒലിവ് റിഡ്ലി ആമകൾ എന്ന് പറയുന്നത്. അപ്പോൾ അരിബാഡ മറക്കരുത്. പിന്നെ ഋഷിക്കുല്യ ബീച്ച് നമുക്കൊരു പക്ഷെ ചോദിക്കാം, ഋഷിക്കുല്യ ബീച്ച് ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു? ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് ഋഷിക്കുല്യ ബീച്ച്? ഏത് സംസ്ഥാനത്താണ്? എല്ലാരും പറഞ്ഞ ഏത് സംസ്ഥാനത്താണ് ഋഷിക്കുല്യ ബീച്ച്? ഏതാണ്? ഒഡീഷയിലാണ് ഋഷിക്കുല്യ ബീച്ച് കാണപ്പെടുന്നത്. എന്തിനു പ്രസിദ്ധമാണ് ഋഷിക്കുല്യ ബീച്ച്? നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടൈൽസിന്റെ മാസ് നെസ്റ്റിങ്ങിന് ഫേമസ് ആണ് ഋഷിക്കുല്യ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആരും മറക്കരുത്, നമ്മുടെ ഋഷിക്കുല്യ ബീച്ച് മറക്കരുത്, ഒഡീഷ മറക്കരുത്, ഓപ്പറേഷൻ ഒലീവിയ മറക്കരുത്. അടുത്ത ന്യൂസിലേക്ക് പോകാം. ജെറോസൈറ്റ് എ നാച്ചുറൽ ക്ലോക്ക് ഓൺ മാസ്. അപ്പോൾ നമ്മുടെ മാസിൽ കാണപ്പെടുന്ന ഒരു നാച്ചുറൽ ക്ലോക്ക് ആണ് ഏത്? ജെറോസൈറ്റ്. ഒരു തരം പാറ പോലെയാണ്. ജെറോസൈറ്റ് ഈസ് എ യെല്ലോ ബ്രൗൺ മിനറൽ ദാറ്റ് കണ്ടെയ്ൻസ് പൊട്ടാസ്യം, അയൺ ആൻഡ് സൾഫേറ്റ്. അപ്പോൾ പൊട്ടാസ്യം, അയൺ, സൾഫേറ്റ് എന്നിവയുള്ള ഒരു മിനറലാണ്, ഒരു യെല്ലോ ബ്രൗൺ മിനറലാണ് എന്തെന്ന് പറയുന്നത്? ജെറോസൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് ലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. എന്താണ് ലൂമിനസെൻസ്? നമുക്കറിയാം എന്താണ്, നമ്മുടെ മിന്നാമിനുങ്ങൊക്കെ സ്വയം പ്രകാശിക്കുന്നത് ലൂമിനസ് ഇന്റൻസിറ്റി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു സ്വയം പ്രകാശിക്കുന്ന ഒരു ലൂമിനസെൻസ് എന്താണ്? നാച്ചുറൽ റേഡിയേഷൻ വഴി അവർ സ്റ്റോർ ചെയ്യുന്ന എനർജി ലൈറ്റിന്റെ രൂപത്തിൽ പുറത്തു പോകുന്നു. ഇതിനെയാണ് നമ്മൾ ലൂമിനസെൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു എനർജി, ഒരു പദാർത്ഥം അത് സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ത് ചെയ്യുന്നു? ലൈറ്റിന്റെ രൂപത്തിൽ നാച്ചുറായിട്ട് തന്നെ പുറത്തു പോകുന്നു. അതിനെയാണ് നമ്മൾ ലൂമിനസെൻസ് എന്ന് പറയുന്നത്. ആ ഒരു ലൂമിനസെൻസ് ക്യാരക്ടർ ഉള്ള ഒരു മിനറൽ ആണ് എന്ത്? ജെറോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ജെറോസൈറ്റ് ഗുജറാത്തിലെ കച്ച് തീരങ്ങളിലുണ്ട്. ഈ ജെറോസൈറ്റിന്റെ അതിന്റെ എല്ലാ ഒരു ഭൗതിക രാസഗുണങ്ങളുമുള്ള ഒരു പദാർത്ഥം, അല്ലെങ്കിൽ ജെറോസൈറ്റ് എന്ന് തന്നെ പറയാം. ഈ ജെറോസൈറ്റ് എവിടെയുണ്ട്? നമ്മുടെ കച്ചിലുണ്ട്. അപ്പോൾ അവിടെ നിന്നും പരീക്ഷിച്ചിട്ടാണ് ഇതൊരു നാച്ചുറൽ ക്ലോക്ക്, മാസിലൊരു നാച്ചുറൽ ക്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പഠിച്ചത്. അപ്പോൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക, ജെറോസൈറ്റ് നമ്മുടെ നാച്ചുറൽ ക്ലോക്ക് ഓൺ മാസ് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ജെറോസൈറ്റ് ആണ്. ഈ ജെറോസൈറ്റ് ഒരു യെല്ലോ ബ്രൗൺ മിനറൽ ആണ് ജെറോസൈറ്റ്. ഏതൊക്കെ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്? പൊട്ടാസ്യം, അയൺ ആൻഡ് സൾഫേറ്റ്. ഏതൊക്കെയാണ്? പൊട്ടാസ്യം, അയൺ ആൻഡ് സൾഫേറ്റ്. ഇത് എന്ത് ചെയ്യുന്നു? മാസിൽ ഒരു ജിയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ? ജെറോസൈറ്റ്. നമ്മുടെ വഖഫിനെ പറ്റിയുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസവും വഖഫിനെ പറ്റി വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വഖഫിനെ പറ്റി വാർത്ത വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ കേരള സർക്കാർ വഖഫ് ബില്ലിനെതിരെ പെറ്റീഷൻ കൊടുത്തു. രണ്ടാമത് എന്തോ ആയിരുന്നു? വഖഫ് ക്രിയേഷൻ നോട്ട് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് സെന്റർ. അപ്പൊ വഖഫ് ഒരു എസെൻഷ്യൽ ഘടകമല്ല, അതായത് വഖഫ് നൽകാൻ നിർബന്ധിക്കപ്പെടരുത്. ഈ ന്യൂസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് വഖഫ് എന്താണ്? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വഖഫ് എന്താണെന്ന്. ഇസ്ലാം ധർമ്മം അനുസരിച്ച് അവരുടെ സ്വത്ത് ഇസ്ലാം പള്ളിക്ക് വിട്ടുകൊടുക്കുക. പള്ളിക്ക് വിട്ടുകൊടുക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. പള്ളി ഇത് എന്ത് ചെയ്യുന്നു? പള്ളി ഇത് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുക്കുന്നു. അതായത് ആശുപത്രികൾ, സ്കൂളുകൾ, അങ്ങനെയുള്ള ദരിദ്രർക്കൊക്കെ കൊടുത്ത് അത് ചിലവാക്കുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വഖഫ് എന്ത് ചെയ്യുന്നു? ഒരു എസെൻഷ്യൽ പാർട്ട് അല്ല. അതായത് വഖഫ് നൽകുന്നവർ മാത്രമാണ് മുസ്ലിം എന്ന രീതിയിൽ ഒരു നിർവചനം കൊണ്ടുവരരുത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വഖഫ് വന്നതുകൊണ്ട് മാത്രം എടുത്തിട്ടതാണ്. നിങ്ങൾ കൃത്യമായിട്ടും വഖഫ് എന്താണെന്നും വഖഫ് ബില്ലിനെ പറ്റിയും പഠിച്ചിരിക്കണം. അപ്പോൾ ഇനി വരുന്ന ഒരു ക്ലാസ്സിൽ നമ്മൾ വഖഫ് മാത്രം, എന്നാണ് വഖഫ് നമ്മുടെ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് എന്നുള്ള കാര്യങ്ങളും ഈ ആനുകാലികമായി ഈ റീസെന്റ് ആയിട്ട് വഖഫിനെ പറ്റി എന്താണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വരുന്ന ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ചൈന, പാകിസ്ഥാൻ decide to include Afghanistan in CPEC. അപ്പൊ നമുക്ക് CPEC-യിൽ ചൈനയും പാകിസ്ഥാനും ആരെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു? അഫ്ഗാനിസ്ഥാനെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ കൃത്യമായി പഠിച്ചിരിക്കുക. CPEC-യിൽ പുതുതായി അംഗമാകാൻ പോകുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ് CPEC-യിൽ പുതുതായി അംഗമാകാൻ പോകുന്നത്. ദി ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. എന്താണ്? ദ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. അതാണ് CPEC. എന്താണ് CPEC?
ദ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ഇതാണ് CPEC. But CPEC is set to be expanded to Afghanistan with the foreign ministers of the three countries agreeing on it as part of broader effort to boost trilateral cooperation. ഒരു trilateral cooperation വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? CPEC അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ കഴിഞ്ഞിരിക്കുന്നു. CPEC എന്ത് ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാനിലോട്ട് കൂടി വ്യാപിപ്പിക്കുന്നു. അപ്പോൾ CPEC എന്താണ്? ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ആണ് CPEC. CPEC-ലേക്ക് ചേരാൻ പോകുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ടും ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസും കാണുക. ഇത് കാണുന്നതിനോടൊപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക. കാര്യം നിങ്ങളിത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് കൃത്യമായിട്ടും ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റ് തീർച്ചയായും ഞങ്ങൾ തിരുത്തുന്നതാണ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ അബൌട്ട് M.R. ശ്രീനിവാസൻ. M.R. ശ്രീനിവാസനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. അതില് വിച്ച് ആർ ട്രൂ എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മൾ ആദ്യം റൗണ്ട് ചെയ്യേണ്ടതാണ്. ആണോ നോട്ട് ട്രൂ ആണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് M.R. ശ്രീനിവാസനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, M.R. Srinivasan was the former chairman of the Atomic Energy Commission of India. അറ്റോമിക് എനർജി കമ്മീഷന്റെ ഫോമർ ചെയർമാൻ ആണ് M.R. ശ്രീനിവാസൻ. ശരിയാണോ? He began his career working alongside Homi Bhabha on India's first nuclear research reactor Apsara. ഫസ്റ്റ് ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ അപ്സര നിർമ്മിച്ചപ്പോൾ ആ പ്രവർത്തനത്തിൽ ഹോമി ജെ ബാബയോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. ശരിയാണോ? Srinivasan was appointed Chief Project Engineer of the Madras Atomic Power Station in 1955. ആ ന്യൂസിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. Srinivasan was appointed Chief Project Engineer of the Madras Atomic Power Station in 1955. He was awarded the Padma Bhushan in 2015 for his contribution to India's nuclear energy program. 2015 പത്മഭൂഷൺ ലഭിച്ചു. അപ്പോൾ കൃത്യമായിട്ട് നോക്കി നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. M.R. ശ്രീനിവാസനെ പറ്റി ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ഇപ്പോൾ ആ ഓപ്ഷൻസ് നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത്. ഫ്രം ഫിഷൻ ടു ഫ്യൂഷൻ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യാസ് അറ്റോമിക് എനർജി പ്രോഗ്രാം. എന്താണ്? ഫ്രം ഫിഷൻ ടു ഫ്യൂഷൻ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യാസ് അറ്റോമിക് എനർജി പ്രോഗ്രാം എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് M.R. ശ്രീനിവാസൻ. അപ്പോൾ ഒരു പോയിന്റ് വിട്ടുപോയതുപോലെ തോന്നി. അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്. ഫ്രം ഫിഷൻ ടു ഫ്യൂഷൻ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യാസ് അറ്റോമിക് എനർജി പ്രോഗ്രാം എന്ന പുസ്തകം എഴുതിയ വ്യക്തി കൂടിയാണ് M.R. ശ്രീനിവാസൻ. ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി കൃത്യമായിട്ട് വിശകലനം ചെയ്ത് മാത്രമേ ആൻസറിലേക്ക് എത്താവൂ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ഡസ് ദ ഡമാസ്കസ് റിവർ ഫ്ലോ ത്രൂ? അപ്പോൾ ഏത് രാജ്യത്തിലൂടെയാണ് ഡമാസ്കസ് റിവർ ഒഴുകുന്നത്? അപ്പോൾ ആ രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. ആ തലസ്ഥാനത്തിന്റെ പേരിൽ അവർക്കൊരു നദിയുണ്ട്. ഇത് ഏത് രാജ്യത്തിലൂടെയാണ് ഒഴുകുന്നത്? തുർക്കി, സിറിയ, ലെബനൻ, ജോർദാൻ. കമന്റ് മസ്റ്റ്. ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട്. എന്താണ്? ദാറ്റ് ആർ ട്രൂ അബൌട്ട് ബാനു മുസ്താഖ് ആൻഡ് ഹെർ ബുക്ക് ഹേർട്ട് ലാമ്പ്. അപ്പോൾ ബാനു മുസ്താഖിനെയും അവരുടെ പുസ്തകമായ ഹേർട്ട് ലാമ്പിനെയും പറ്റി ശരിയായ പ്രസ്താവനകൾ ഏത്? നോക്കാം. ബാനു മുസ്താഖ് ഈസ് എ ഫേമസ് മലയാളം റൈറ്റർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഫ്രം കണ്ണൂർ. Her book Heart Lamp was published in 1990 and consists of stories from the Kerala Gulf diaspora. She has received recognition for her contribution to Malayalam literature and storytelling. Heart Lamp focuses mainly on historical novel sets in Kerala. അപ്പോൾ ഓപ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നോക്കുക, ആൻസർ ചെയ്യുക. What phenomenon did the researchers use to analyze Jarosite? ഏത് ഫിനോമിനൻ ആണെന്ന് കൃത്യമായി പറയുക. ഓപ്ഷൻ എ ഫോട്ടോസിന്തസിസ്, ബി ലൂമിനസെൻസ്, സി മാഗ്നറ്റിസം, ഡി റേഡിയോ വേവ്സ്. അപ്പോൾ ഏതാണെന്ന് കൃത്യമായിട്ടും എല്ലാവരും കമന്റ് ചെയ്യുക. വാട്ട് ഈസ് എ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പ്ലാനിംഗ് ടു ഡു അക്കോർഡിംഗ് ടു ദ അനൗൺസ്മെന്റ്? അപ്പോൾ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അടുത്തിടെ എന്താണ് അനൗൺസ് ചെയ്തത്? എക്സ്പാൻഡ് ടു ഇൻക്ലൂഡ് അഫ്ഗാനിസ്ഥാൻ,
റെഡ്യൂസ് ഇറ്റ് സ്കോപ്പ് ടു ഓൺലി ചൈന ആൻഡ് പാകിസ്ഥാൻ. ഓപ്ഷൻ സി ഫോക്കസ് ഓൺലി എന്നാണ്. ഫോക്കസ് ഓൺലി ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പാകിസ്ഥാൻ. എക്സ്ക്ലൂഡ് പാകിസ്ഥാൻ ഫ്രം കോറിഡോർ. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. മറക്കാതെ കമന്റ് ചെയ്യണേ. നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ക്ലാസ് മുഴുവനായി കണ്ടു എന്നും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നും ഞങ്ങൾക്ക് വ്യക്തമാകൂ. അപ്പോൾ നിങ്ങൾ തരുന്ന ഈ കമന്റ് ആണ് കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത്. അപ്പോൾ തീർച്ചയായും ക്ലാസ് കാണുന്നവരെല്ലാവരും തന്നെ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെക്ഷൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് അതിന്റെ ആൻസർ കൃത്യമായും കമന്റ് ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്